ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിത് മുട്ട ബജി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സൺഡേ നമ്മളിരിക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുക, നമ്മൾ പരീക്ഷിക്കുക, കഴിക്കുക എന്നുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട ബജിയാണ് ഉണ്ടാക്കണത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അന്ന് സൺഡേ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മളിതേ മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ എപ്പോഴും ഉപ്പിടാറുണ്ട്. അപ്പുറത്ത് നമ്മൾ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. സാധാരണ ഈ വീട്ടിൽ എന്നും ചായയാണ്, ഞാനും ചേട്ടനാണ് ഇന്ന് കാപ്പി കുടിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ കാപ്പിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കാപ്പിക്കുള്ള വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പൊടി ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഞാൻ മുട്ടയിൽ ഇങ്ങനെ കൈയിട്ട് ഇളക്കുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം കിടന്ന് കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് മാത്രം മുട്ടയുടെ ഉണ്ണി ആയിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ തട്ടി തട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ സെൻട്രലായിട്ട് വരുമെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതുപ്രകാരം ചെയ്തതാണ് കേട്ടോ അത്. അങ്ങനെ കാപ്പിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് നമ്മളതേ കാപ്പിപ്പൊടിയൊക്കെ ഇട്ടു. ഇനി അത് ഓഫാക്കി വെക്കണം കേട്ടോ. നമ്മളതേ മുട്ട ബജിക്കുള്ള മാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ആക്ച്വലി ക്യാമറ ഞാൻ പിടിച്ചേക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്ക് അറിയണില്ല. അപ്പോൾ നമ്മളിതേ ആദ്യം 2 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു, 2 സ്പൂണ് കടലമാവ് ഇട്ട് കൊടുത്തു, അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുത്തു, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പിട്ടിട്ട് വെള്ളം ചേർത്ത് നന്നായി കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കറക്റ്റായിട്ട് തന്നെ വേണം. നല്ല പോലെ കൂടി പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ഇതേ പരുവത്തിലായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് ഒഴിക്കുമ്പോൾ നമ്മുടെ മാവിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ഇല്ലേ, അതേപോലെ ആയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട തൊലിയൊക്കെ കളഞ്ഞ് രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ഗ്യാസുമേ കുഞ്ഞ് ചീനച്ചട്ടിയാണ് വെച്ചേക്കണത്. കുറച്ച് മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് മുറിച്ചതിന് ശേഷം മാവിൽ മുക്കി എണ്ണ ചൂടായപ്പോൾ നമ്മളിതിൽ മുക്കിയിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോവും, ഉള്ളു വേവുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മുട്ട ബജിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. നമ്മളിത് ടൊമാറ്റോ സോസൊക്കെ കഴിച്ചിട്ടാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.